ഒരു ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു ഇതുണ്ടല്ലോ ബീറ്റ്റൂട്ട് തൈ മുളപ്പിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടെ നട്ടിട്ട് കാണിച്ചു തരാമല്ലോ. അതാണ് ഉണ്ടാ കുറച്ചിൽ കരിയില മാത്രം, വേറെ കൂടുതലൊന്നും ഇടുന്നില്ല. കുറച്ച് കരിയില വാരിയിടുക. അതിൻ്റെ മേലെ നമുക്ക് ഈ പോട്ടി മിശ്രിതം ഇടാം. അതിൽ കുറച്ച് ഇതിടണം. കുറച്ച് കണ്ടില്ലേ, പോട്ടി മിശ്രിതം കൂടി ഇടുന്ന കുറച്ച് അതും കൂടി ഇടാം. ഇതിപ്പോൾ കണ്ടില്ലേ, പോട്ടി മിശ്രിതം ഇട്ടു. ഇനി ഇതിൻ്റെ മേലെ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പോട്ടി മിശ്രിതം നിറക്കട്ടെ. ഇതിപ്പോൾ ഇതിൽ നിറക്കട്ടെ. ഇത് മുമ്പ് ആക്കിയതിൻ്റെ ഇതാണ്, ആ വളവും എല്ലാം ഇതിലുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് പോട്ടി മിശ്രിതം കൂടി ഇട്ടിട്ട് നിറക്കാം. എന്നാലും അതിന് ഗുണം ജാസ്തി ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കരിയില മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇതിലിട്ടിട്ടില്ല. എന്തെങ്കിലും ഇതായിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നല്ലൊരു നമുക്ക് ഇതിൽ നിറച്ചിട്ട് ഇതേപോലെ ഇതിൽ നിറച്ചിട്ട് പോട്ടി മിശ്രിതം വാരി ഇട്ടിട്ട് നിറച്ചിട്ടാകുമ്പോന്ന് ഇതിൻ്റെ അകത്ത് വേപ്പ് ആട്ടുംവളവും കുറച്ച് ഇതെല്ലാം വാരി ഇടുക. എല്ലുപൊടി, കുറച്ച് വേപ്പും പിണ്ണാക്ക്, ഇതെല്ലാം കൂടി ഇതിൽ വാരി ഇടുക. ഞാൻ ഇങ്ങനെ ഇത് നടുന്നു. ഒന്ന് ഇങ്ങനെയും നട്ട് നോക്കാം, ഒന്ന് വേറെ തരത്തിലും നമുക്ക് നട്ടു നോക്കാമല്ലോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ നട്ടു. ഇതേപോലെ ആക്കി ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് വേപ്പും പിണ്ണാക്ക്, കുറച്ച് വേപ്പും പിണ്ണാക്ക്, കുറച്ച് ആട്ടും കഷ്ണം കണ്ടില്ലേ, കുറച്ച് ആട്ടും കഷ്ണം, ഒരു പിടി പോരാ, അത്രേ വേണ്ടു. കുറച്ച് എല്ലുപൊടി, രണ്ട് മണി എല്ലുപൊടി, ഇതെല്ലാം കൂടി മിക്സ് ആക്കട്ടെ. നല്ലോണം മിക്സ് ആക്കിയിട്ട് നടാം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കാണിച്ചു തരാമല്ലോ വെച്ചിട്ടാണ് നടുന്നത്. ഇതേപോലെ നട്ടിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്ത് നട്ടേ. ഇതേപോലെ ഓരോന്നിൽ തന്നെയായിരുന്നു കുറേശ്ശെ, എന്നാൽ അതിന് ഭാഗത്തിന് കണക്കായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇതിനിടയ്ക്കത്തെ ആ വിത്ത്, ആ മുളപ്പിച്ച തൈ ഇത് കണ്ടില്ലേ, ഇനി ശക്തി കുറവാണ്, നീളം വന്നു ഇതിന് ഒരുപാട്. ഇത് ഒടിഞ്ഞു പോന്നു. അതിങ്ങനെ പൊടിപ്പിടിച്ചിട്ട് ഇതിങ്ങനെ ഒടിഞ്ഞു പോന്നു. അത് ഞാൻ നടട്ടെ. ഇത് ഒരുപാട് ഒടിഞ്ഞു പോന്നു. അത് ഞാൻ ഇതിനകത്ത് താത്ത് വെച്ചിട്ട് നട്ടിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ രണ്ടെണ്ണം നടാം. ഉണ്ടല്ലോ, ഇതേപോലെ ഞാൻ ഒന്നും കൂടി എടുക്കട്ടെ. ഇതങ്ങനെ ഒടിഞ്ഞു പോയിട്ടില്ല. ഇതും കൂടി ഒന്ന് എടുക്കട്ടെ, നട്ടെ. രണ്ടെണ്ണം നടാം. ഇത് വലിയതല്ലേ, അതുകൊണ്ട് രണ്ടെണ്ണം നടാന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടില്ലേ, ഇതേപോലെ നട്ടു കൊടുക്കുക. ഇത് കണ്ടല്ലോ, ഇതേപോലെ ഇവിടെ കുറച്ച് ഉയരത്തിലവിടെ നിർത്തിച്ച് കൊടുക്കണം. ഇതുപോലെ രണ്ടെണ്ണം ഞാൻ നട്ടു കൊടുത്തു. ഇനിയിപ്പോൾ മറ്റേ നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നും കൂടി ഞാൻ നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിതിവിടെ 3-4 നട്ടി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കാണിച്ചു തരാമല്ലോ. ഇത് എന്ന് വെച്ചിട്ട് ഇതിൽ നട്ടിട്ടാകുമ്പോൾ ഇതിനകത്ത് മേലെ കൂടി ലേശം കരിയിൽ ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട്. ഈ ചകരിച്ചോറിൽ കുറച്ച് ജീർണം ജാസ്തി ഉണ്ടാവും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കുറച്ച് മേലെ കൂടി പൊടിച്ചിട്ട് ഇല കരിയില പൊടിച്ചിട്ടിട്ടതാണ്. ഇത് അതേപോലെ പൊടിച്ചിട്ടിട്ടാൽ അങ്ങനെ ജീർണം വലിച്ചെടുത്തോളും, വെള്ളം വലിച്ചെടുത്തോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിങ്ങനെ ഇട്ടിട്ടുള്ളത്. നല്ലോണം കൂടുതൽ വെള്ളമായി പോയാൽ ചീഞ്ഞു പോവും. അതുകൊണ്ട് അതിനാണ് ഞാൻ ആ കരിയില അതേപോലെ പൊടിച്ചിട്ട് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ പൊടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ
ഒരു 2 തക്കാളി തൈയും കൂടി നടാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. കണ്ടോ തക്കാളി ഇടിയുണ്ട, ഇതാ 2 തക്കാളി തൈയാണ് ഇവിടെ ഉണ്ട്. ഇതാ തൈ കണ്ടോ, തൈ കണ്ടില്ലേ, ആ തക്കാളി തൈയാണ് പറിച്ച് നടേണ്ടത്. അതിൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ പറിച്ചിട്ട് നടട്ടെ. തക്കാളി തൈ ഉണ്ട് നടാൻ, പക്ഷേ 2 ഇപ്പം നടുന്നില്ലു. ഇതിപ്പം ഇതേപോലെ ഇതിൻ്റെ അടിയിൽ നിന്ന് പറിച്ചിങ് എടുക്കുക. ആ വലിയ തൈ മാത്രമേ നോക്കി നടുന്നുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ പറിച്ച് നട്ടിട്ട് ഇതിൻ്റെ അകത്ത് അടിയിലേക്കൂടി നട്ടിട്ട് ഇടുക. ഇത് ഞാൻ നിറച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതിൽ നടുവേ വേണ്ടു. ഇതിപ്പോൾ കണ്ടില്ല, ഇതേപോലെ ഈ 2 ഇപ്പം നടുന്നുള്ളൂ. മറ്റേതും കൂടി നടാനുള്ളത് കുറച്ചും കൂടി വളരട്ടെ, എന്നിട്ട് നടാം. ഈ 2 ഇപ്പം നടുന്നത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. ഇതുപോലെ നിങ്ങൾ നട്ട് നോക്ക്, എന്നിട്ട് നോക്കി കാര്യം പറയാം. ഇത് കണ്ട ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഇത് കണ്ടല്ലോ, ഇത് 4 നട്ടിട്ടുണ്ട്. ഇതിനകത്ത് 4 തൈ ഞാൻ പൊടിപ്പിച്ച തൈയായത്, അതുകൊണ്ട് ഇത് തേക്കുന്നതായിരിക്കാം. അതുകൊണ്ട് ഇത് നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. ഹൈപ്പ് കിട്ടിയില്ലെങ്കിൽ ലൈക്ക് അടിക്കുക. ഹൈപ്പ് വരും. ഹൈപ്പ് വന്നാൽ നമ്മളെന്താ വേണ്ടത് വെച്ചാൽ പിന്നെ ഹൈപ്പ് അടിച്ചിട്ട് ഹൈപ്പിന് കൂടി തൊട്ട് കഴിഞ്ഞാൽ പോയിന്റ് വരും. ആ പോയിന്റ് വന്നിട്ടാകുമ്പോൾ നിങ്ങൾ ആ പോയിന്റ് കൂടി തൊട്ടാൽ മൊത്തം പോയിന്റ് എത്രയാണ് നിങ്ങൾക്ക് തിരിയും. അതുകൊണ്ട് എല്ലാവരും എൻ്റെ സബ് ചെയ്ത് എൻ്റെ ഹൃദയം നിറഞ്ഞ് എല്ലാവരും എൻ്റെ സബും ലൈക്കും എല്ലാം തന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് പറയാനുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.